ഈ ക്രോഷ്യ ചെയ്യുന്നത് കണ്ട് കണ്ട് അതിനോടുള്ളൊരു ഇഷ്ടം മൂത്ത് വാങ്ങിയതാണ് കേട്ടോ ഞാനിത്. ഇത് ക്രോഷ്യ കിറ്റാണ്. ഇതില് 4 യാൺസും ക്രോഷ്യ ഹുക്കുമാണ് വരുന്നത്. 4mm ക്രോഷ്യ ഹുക്കാണ്. അപ്പൊ ഇന്ന് ഈ ക്രോഷ്യ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ക്രോഷ്യ ബേസിക്സ് പറഞ്ഞുതരാന്ന് വിചാരിച്ചു. സ്പ്ലിറ്റ് നോട്ട്, മെയിൻ ആയിട്ട് സ്പ്ലിറ്റ് നോട്ട് എങ്ങനെയാ ചെയ്യാന്ന് നോക്കാം. ഫസ്റ്റ് എക്സ് മെത്തേഡ് നോക്കാം. അതായത് 2 ഫിംഗേഴ്സിൽ നമ്മളൊരു എക്സ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഫിംഗേഴ്സിൽ 2 ത്രെഡ് കാണാൻ പറ്റും. അതിൽ ഫസ്റ്റ് ത്രെഡിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സെക്കൻഡ് ത്രെഡിനെ പുൾ ചെയ്യാം, വലിക്കുക. ഈ 2 ത്രെഡും കൂടെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്പ്ലിറ്റ് നോട്ട് കിട്ടും. ഞാൻ ഒന്നും കൂടെ കാണിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. എനിക്കൊന്നുകൂടെ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു മെത്തേഡാണ് കേട്ടോ. ഇനിയും ഈസി ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്, പക്ഷെ ഇതൊന്നുകൂടെ രസമായിട്ട് തോന്നിയിട്ടുണ്ട്. സെക്കൻഡ് മെത്തേഡായിട്ട് വരുന്നത് നമ്മൾ ഈ ത്രെഡ് നല്ല ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല ടൈറ്റ് ആയിട്ട് പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിച്ച ആ ഭാഗം എന്നിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് ആ സ്പ്ലിറ്റ് നോട്ട് കിട്ടും. റെഡി ആയിട്ടുണ്ട് ഗൈസ്. തേർഡ് മെത്തേഡായിട്ട് വരുന്നത് ഭയങ്കര സിമ്പിൾ ആണ്. യു ഷേപ്പിൽ ആദ്യം ത്രെഡിനെ വെക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. നമ്മുടെ ഫിംഗേഴ്സ് ആ ഒരു റൗണ്ട് ഷേപ്പിന്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് നീളമുള്ള ഭാഗമില്ലേ, നൂലിന്റെ നീളമുള്ള ഭാഗം അതിന്റെ ഉള്ളിൽ കൂടെ എടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കാണുമ്പോൾ ചിലർക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും, ചിലർക്ക് ഭയങ്കര ടഫായിട്ട് തോന്നും. പക്ഷെ ചെയ്യുമ്പോഴുള്ളൂ അറിയാം. എനിക്ക് ഫസ്റ്റ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നെ അത് പെട്ടെന്ന് റെഡിയായി. എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ, എനിക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റി. എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക.